ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേര യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബു ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ഭഗവാനി വിഘ്നേശ്വര. ഓം ശ്രീ പരമേശ്വര പാർവതീദേവി. ഒരിക്കൽ കൂടി സ്വാഗതം. 2026 വളരെ പ്രാധാന്യപൂർവ്വം വന്നു ചേരാൻ പോകുന്ന ഒരു യോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. 500 വർഷങ്ങൾക്ക് ശേഷം, 500 വർഷങ്ങൾ എന്ന് വെച്ചാൽ 5-6 തലമുറയ്ക്ക് മുൻപുള്ള ഒരു വലിയ യോഗം 2026 വന്നു ചേരാൻ പോവുകയാണ്. വളരെ അപൂർവം എന്ന് വേണമെങ്കിൽ പറയാം. ഹംസമാളവ്യ യോഗം എന്നാണ് അതിന് പറയുന്നത്. ഹംസമാളവ്യ യോഗം സ്വാഭാവികമായും നക്ഷത്ര ജാതർക്ക് അനുഭവവേദ്യമാകാൻ പോകുന്നത് 500 വർഷങ്ങൾക്ക് ശേഷമാണ്. അതിഗംഭീരമായിരിക്കുന്ന, വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു യോഗമാണത്. 500 വർഷങ്ങൾക്ക് ശേഷമുള്ള അപൂർവമായിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഹംസമാളവ്യ രാജയോഗം. 2026 സംഭവിക്കാനിരിക്കുന്ന ഏറ്റവും ഭാഗ്യദായകമായിരിക്കുന്ന രാജയോഗങ്ങളിലൊന്നാണ് ഹംസമാളവ്യ രാജയോഗം. ജ്യോതിഷത്തിലെ ഏറ്റവും ശക്തമായ യോഗങ്ങളിലൊന്നാണ് ഹംസമാളവ്യ രാജയോഗം എന്ന് പറയുന്നത്. ദേവഗുരുവായ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സഞ്ചരിക്കുന്നു. അതും കർക്കിടക രാശിയുടെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. ദേവഗുരുവായിരിക്കുന്ന വ്യാഴം കർക്കിടക രാശിയുടെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചേരുമ്പോഴാണ് ഹംസയോഗം വന്നു ചേരുന്നത്. അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അധിപനായിരിക്കുന്ന ശുക്രൻ മീനം രാശിയുടെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചേരുമ്പോഴാണ് മാളവ്യ യോഗമുണ്ടാകുന്നത്. ഇപ്പോൾ വ്യാഴത്തിൻ്റെ കർക്കിടകം രാശിയുടെ ഉച്ചസ്ഥായിലേക്കുള്ള വരവും ശുക്രൻ്റെ മീനം രാശിയുടെ ഉച്ചസ്ഥായിലേക്കുള്ള വരവുമാണ് ഹംസമാളവ്യ രാജയോഗത്തിന് വഴിയൊരുങ്ങുന്നത്. 500 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഹംസമാളവ്യ രാജയോഗം വരുന്നത്. ഈ 2 ഗ്രഹങ്ങളും ഒരേപോലെ അനുകൂലമായ ഭാവങ്ങളിൽ വരുന്നത് 500 വർഷങ്ങൾക്ക് ശേഷമാണ്. 500 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ അത്രത്തോളം ദീർഘമായൊരു കാലത്തിന് ശേഷമാണ് 2026 ഭാഗ്യം വന്നു ചേരുന്നത്. അത് ഞാൻ പറഞ്ഞത് 2026 ഇങ്ങനെയുള്ള ഒട്ടനവധി അപൂർവ യോഗങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. തീർച്ചയായിട്ടും കർക്കിടകക്കൂറ്, പുണർദം, കാൽ, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകക്കൂറാണ് ഹംസമാളവ്യ യോഗത്തിൻ്റെ ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നു ചേരാൻ പോകുന്ന നക്ഷത്ര ജാതർ എന്ന് പറയുന്നത്. വ്യാഴം ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന രാശിയാണ് കർക്കിടകം രാശി. ആയതുകൊണ്ട് തന്നെ കർക്കിടകം രാശിക്കാർക്ക് വളരെ ഭാഗ്യ ഉദയം ഉണ്ടാകുന്ന വർഷമാണ് 2026. അസാധാരണമായ ബുദ്ധിശക്തിയും ആത്മീയ ഉന്നതിയും ഉണ്ടാകും. കർക്കിടക കൂറുകാരായിരിക്കുന്ന നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും ഉന്നതിയും വന്നു ചേരും. ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന കർക്കിടകം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് പൂർണ്ണമായും അത് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം ഈ പറയുന്ന IAS, IPS അങ്ങനെയൊക്കെയുള്ള ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ കർക്കിടകം രാശിയിലാണോ നിങ്ങൾ ജനിച്ചിരിക്കുന്നത്, തീർച്ചയായിട്ടും
കർക്കിടകം രാശി നക്ഷത്ര വ്യവസ്ഥയിലാണോ നിങ്ങൾ ജനിച്ചിരിക്കുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും. അത്രത്തോളം വലിയൊരു അനുഗ്രഹമാണ് ഹംസമാളവ്യ രാജയോഗം ഈ രാശി ഈ നക്ഷത്ര ജാതർക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഈ നക്ഷത്ര ജാതർ സമൂഹത്തിൽ ആദരവ് ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങും. കുടുംബത്തിൽ സന്തോഷവും ദാമ്പത്യ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷമാണ് കർക്കിടകം രാശിക്കാർക്ക് ഹംസമാളവ്യ രാജയോഗത്തിലൂടെ ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ജീവിത പശ്ചാത്തലത്തിൽ വലിയ വലിയ ഭാഗ്യം വന്നു ചേരുന്ന ഒരു വർഷമാണ് 2026. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധാരാളം ധനവും അതുപോലെ തന്നെ പ്രശസ്തിയും ഒരുപാട് സമ്മാനാദികളുമൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ് 2026. കാരണം ഹംസമാളവ്യ രാജയോഗത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം വന്നു ചേരുന്ന ഒരു വളരെ മനോഹരമായ മുഹൂർത്തമാണ് ഈ ഒരു വർഷം മുഴുവൻ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത്. അടുത്തത് മീനം രാശിയാണ്. പൂരുരുട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങൾ ചേരുന്ന മീനം രാശി. ശുക്രൻ ഉച്ചസ്ഥായിയിൽ വന്നു ചേരുന്ന രാശിയാണ് മീനം രാശി എന്നുള്ളത് കൊണ്ട് തീർച്ചയായും മീനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് വളരെയധികം സാമ്പത്തിക മേന്മയും ബുദ്ധിപരമായ മേന്മയും അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതിയും നേതൃത്വ പാഠവും ഒക്കെ ഉണ്ടാകുന്നൊരു വർഷമാണ് 2026. ഹംസ മാളവ്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹം അവർക്ക് പൂർണ്ണമായ പിന്തുണയുമായി ഉണ്ടാവുക തന്നെ ചെയ്യും. 500 വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്ന ഹംസ മാളവ്യ രാജയോഗത്തിൻ്റെ നല്ലൊരു അനുഗ്രഹം, പൂർണ്ണമായ അനുഗ്രഹം ഈ രാശിക്കാർക്ക് ലഭിക്കുമെന്ന് പറയേണ്ടി വരുന്നു. കാരണം ശുക്രൻ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന രാശിയാണ് ഈ പറഞ്ഞ മീനം രാശി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അനുഗ്രഹദായകമായിരിക്കുന്ന ഒരു രാശിയാണ് മീനം രാശി. അതിൽ ഉണ്ടായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് വളരെ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു വർഷമാണ് 2026 എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആഡംബര ജീവിതം, പുതിയ വാഹനം, പുതിയ വസ്തുക്കൾ, അതുപോലെ തന്നെ ആഭരണാദികൾ എന്ന് വേണ്ട എല്ലാം ഒരു ആഡംബര തരത്തിൽ വളരെ സന്തോഷത്തോട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അനുഗ്രഹമാണ് ഹംസമാളവ്യ രാജയോഗത്തിലൂടെ ഈ കൂറുകാർക്ക് വന്നു ചേരുന്നത്. ആഡംബരമുണ്ടെങ്കിലും അഹങ്കാരത്തിലേക്ക് അവർ വരികയില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ജീവിതത്തിൻ്റെ ഒരു ആസ്വാദന നിമിഷമായിട്ട് 2026 കണക്കാക്കും. കാരണം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറേ വർഷങ്ങളായിട്ട് ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അതൊക്കെ മാറി ആസ്വാദനത്തിൻ്റെ ജീവിതം നന്നായി സന്തോഷിക്കാൻ ആസ്വദിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് സമ്പത്ത് കൊണ്ടാണെങ്കിലും ഭാഗ്യം കൊണ്ടാണെങ്കിലും വളരെ വളരെ സന്തോഷത്തോടെ അത് ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതാണ് മീന കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഹംസ മാളവ്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിലൂടെ ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം. കലാസാംസ്കാരിക രംഗത്തുള്ളവർക്ക് കീർത്തി, പ്രശസ്തി പത്രം, അവാർഡുകൾ തുടങ്ങിയവ വന്നു ചേരും. വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കൾക്ക് അത് പൂർണ്ണമായും നടക്കുക തന്നെ ചെയ്യും. വിവാഹത്തിന് തടസ്സം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മാറ്റിവെക്കപ്പെട്ട പല വിവാഹങ്ങളും ഈ 2026 നടക്കുക തന്നെ ചെയ്യും. കാരണം ഹംസമാളവ്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ദോഷങ്ങളും ഒഴിഞ്ഞു പോകാനും ആ ദോഷങ്ങളുടെ ഒഴിഞ്ഞു പോക്കിൽ വിവാഹമൊക്കെ നടക്കുന്നതിനായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും യുവതി യുവാക്കൾക്കും അതായത് വൃദ്ധരായിരിക്കുന്ന, അതായത് ശരിക്കും വാർദ്ധക്യത്തിൻ്റേതായിരിക്കുന്ന അസുഖങ്ങളൊക്കെ നിലനിൽക്കുന്നവർക്കൊക്കെ ആശ്വാസദായകമായിരിക്കുന്ന ഒരു അനുഗ്രഹദായകമായിരിക്കുന്ന വർഷമാണ് 2026. നല്ല തരത്തിൽ ജീവിതത്തിന് വളരെ സന്തോഷത്തോടു കൂടി മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് ഏവർക്കും കഴിയുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള നല്ല അനുഗ്രഹസിദ്ധിയാണ് ഈ രാശിക്കാർക്ക് ഹംസമാളവ്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നത്. അടുത്തത് ഉത്തരം മുക്കാൽ അത്തം ചിത്തിര പകുതി. ഉത്തരം മുക്കാൽ അത്തം ചിത്തിര പകുതി ചേരുന്ന കന്നിക്കൂറാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഹംസമാളവ്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിസിനസ്സിലുള്ള വളർച്ച പിടിച്ചാൽ കിട്ടാത്ത തരത്തിലായിരിക്കും. ചെറുതോ വലുതോ ആയിട്ടുള്ള ബിസിനസ്സുകൾ ഏതുമായിക്കൊള്ളട്ടെ, തീർച്ചയായിട്ടും അതിലെല്ലാം തന്നെ ലാഭകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. 2025 കാലം വരെ ഈ ബിസിനസ് ഉപേക്ഷിക്കണം എന്ന് വിചാരിച്ചിരുന്ന ആളുകൾക്ക് പോലും 2026 ഹംസമാളവ്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ബിസിനസ് ഉപേക്ഷിക്കില്ല എന്ന് പറയിക്കുന്ന തരത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. കാരണം ബിസിനസ്സിൽ നിന്നൊക്കെ വമ്പൻ ലാഭമുണ്ടാകുന്ന ഒരു വർഷമായിട്ട് 2026 കണക്കാക്കാം. കാരണം ഹംസമാളവ്യ രാജയോഗം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷപരമായിരിക്കുന്ന ജീവിത പശ്ചാത്തലത്തിലേക്ക് കന്നിക്കൂറുകാർ എത്തിച്ചേരും.
കുടുംബത്തിൽ നഷ്ടമായിരുന്ന സന്തോഷം തിരിച്ചുവരും. പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടിരുന്ന സന്തോഷം കുടുംബത്തിലേക്ക് തിരിച്ചുവരും. 2026 ഒരു ആഹ്ലാദത്തിൻ്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വർഷമായിരിക്കും കന്നിക്കൂറുകാരായിരിക്കുന്ന നക്ഷത്ര ജാതർക്ക്. കാരണം ഹംസമാളവ്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹം അങ്ങനെ തന്നെ ഉണ്ടാവും. തൊഴിൽ രംഗത്ത് വലിയ അംഗീകാരമാണ് ഈ കൂറുകാർക്ക് വന്നു ചേരുന്നത്. ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുന്ന തരത്തിലേക്ക് നിലനിൽക്കുവാൻ കന്നിക്കൂറുകാർക്ക് കഴിയും. ഇതിലെ നക്ഷത്ര ജാതർക്ക് വളരെ ആഹ്ലാദകരമായ ജീവിത പശ്ചാത്തലമാണ് 2026 ഉണ്ടാവുക. കാരണം ഹംസമാളവ്യ രാജയോഗം അത്രത്തോളം അനുഗ്രഹം നൽകുന്ന ഒരു കൂറാണ് കന്നിക്കൂർ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിലുണ്ടായിരുന്ന അലസതകളൊക്കെ മാറും. യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഭാഗ്യദായകമായിരിക്കുന്ന കാര്യങ്ങൾ വന്നു ചേരും. വാഹനങ്ങൾ വരും, വസ്തുക്കൾ വാങ്ങാൻ കഴിയും, പുതിയ വീട് നിർമ്മിക്കുവാൻ കഴിയും തുടങ്ങി ഒരുപാട് ഗുണങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന രാശിക്കാരാണ് കന്നിക്കൂറുകാർ. വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട ചേരുന്ന വൃശ്ചികക്കൂറാണ് അടുത്തത്. ഭാഗ്യാനുഭവങ്ങൾ ഏറെ വന്നു ചേരുന്ന കൂറാണ് വൃശ്ചികക്കൂറ്. ദീർഘദൂര യാത്രകൾ പലതും ചെയ്യാൻ അവസരമുണ്ടാകും. ദീർഘദൂര യാത്രകളിലൂടെ പല സുഹൃത്ത് ബന്ധങ്ങളുണ്ടാകും. ഈ സുഹൃത്ത് ബന്ധങ്ങളെല്ലാം തന്നെ വളരെ അനുകൂലവും ഭാഗ്യദായകവുമായിരിക്കുന്ന ജീവിത ക്രമീകരണത്തിൻ്റെ ഭാഗമായി മാറുക തന്നെ ചെയ്യും. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് തീർച്ചയായും അത് സാധ്യമാകും. വിദേശത്ത് പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സാധ്യമാകും. കാരണം ഹംസമാളവ്യ രാജയോഗം ഇവർക്ക് ഇത്തരത്തിലുള്ള ഭാഗ്യമാണ് നൽകുന്നത്. ബിസിനസ്സിലുള്ള വളർച്ച, അതുപോലെ തൊഴിൽ മേന്മ, അതുപോലെ വിദ്യാഭ്യാസ മേന്മ, വിദേശ രാജ്യത്ത് ജീവിക്കുന്നതിനുള്ള മേന്മ തുടങ്ങിയവയൊക്കെയാണ് ഹംസമാളവ്യ രാജയോഗം വൃശ്ചികക്കൂറുകാർക്ക് അനുഗ്രഹമായി നൽകുന്നത്. ഭാഗ്യദായകമായിരിക്കുന്ന ഭാഗ്യക്കുറിയിലൂടെയൊക്കെ വമ്പൻ സമ്മാനം ലഭിക്കുന്നതിനുള്ള അവസരവും 2026 ഹംസമാളവ്യ രാജയോഗം ഈ രാശിക്കാർക്ക് അനുഗ്രഹിച്ചു നൽകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വൃശ്ചികക്കൂറുകാർക്ക് ബമ്പർ ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം കിട്ടിയില്ലെങ്കിലും വലിയ ഒരു സമ്മാനത്തിന് അർഹമായ നില ഉണ്ടാവുക തന്നെ ചെയ്യും. ഹംസമാളവ്യ രാജയോഗം അതാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും വ്യാഴമൊക്കെ അനുഗ്രഹ സ്ഥാനത്താണ്. അതായത് ഹംസമാളവ്യ രാജയോഗത്തിൻ്റെ വ്യാഴവും ശുക്രനും വളരെ അനുകൂലമായി നിങ്ങൾക്ക് അനുഗ്രഹം നൽകുന്ന അവസരം കൊണ്ടാണ് ഇങ്ങനെയുള്ള വലിയ തുകകൾ കൈവശം വയ്ക്കാനുള്ള ഭാഗ്യമുണ്ടാകുന്നത്. തീർച്ചയായും ബമ്പർ ഭാഗ്യക്കുറി പോലെയുള്ള വലിയ ഭാഗ്യക്കുറി സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ പിതൃസ്വത്ത് കൈവശം വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗമനമൊക്കെ ഉണ്ടാവും. തീർച്ചയായും ഏറ്റവും നല്ല അനുകൂലമായിരിക്കുന്ന ഒരു നല്ല സമയമായിട്ട് 2026 കണക്കാക്കാൻ കഴിയും. ഹംസമാളവ്യ രാജയോഗം അത്രത്തോളം അനുഗ്രഹമാണ് ഈ രാശിക്കാർക്ക് നൽകുന്നത്. അടുത്തത് ധനുക്കൂറാണ്. മൂലം, പൂരാടം, ഉത്രാടം, കാൽ ചേരുന്ന ധനുക്കൂറാണ് അടുത്തത്. തീർച്ചയായും സാമ്പത്തികമായ വലിയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടുന്ന ഒരു വർഷമാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2026. അതിന് അനുയോജ്യമായ വഴി ഒരുക്കി കൊടുക്കുന്ന യോഗമാണ് ഹംസമാളവ്യ രാജയോഗം. വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും ധനുക്കൂറുകാർക്ക് വളരെ നല്ലതായ, വളരെ ഊർജ്ജസ്വലമായിരിക്കുന്ന ഒരു വർഷമായി 2026 കണക്കാക്കാൻ കഴിയുക തന്നെ ചെയ്യും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന കടബാധ്യതകളിൽ നിന്നൊക്കെ രക്ഷ നേടുന്നതിനുള്ള എല്ലാ അനുഗ്രഹവും ഹംസമാളവ്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്നു. അതുപോലെ തന്നെ ഈ കൂറുകാരിലേക്ക് പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. തൊഴിലവസരങ്ങൾ പൂർണ്ണമായും ഇവർക്ക് ഉപയോഗിക്കുവാൻ കഴിയുക തന്നെ ചെയ്യും. അതുപോലെ തൊഴിൽ രംഗത്ത് നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥലം മാറ്റം, പ്രമോഷൻ സാധ്യതകൾ, ശമ്പളത്തിലുള്ള വർധനവ് തുടങ്ങിയവ ഉണ്ടാകും. ബിസിനസ്സിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അത് നഷ്ടമായി വരുന്ന അവസ്ഥ 2025 ഉണ്ടായിരുന്നുവെങ്കിലും 2026 അത് പാടെ മാറി വലിയ ലാഭത്തിലേക്ക് എത്തുന്നതായിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അത്രത്തോളം വമ്പൻ സാമ്പത്തികമായ നിലവാരത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചുയർത്തുന്ന തരത്തിലാണ് ഹംസമാളവ്യ രാജയോഗം 2000 നിങ്ങളിലേക്ക് എത്തി നിൽക്കുന്നത്. 500 വർഷങ്ങൾക്ക് ശേഷം വന്നു ചേരുന്ന ഹംസമാളവ്യ രാജയോഗം ധനുക്കൂറുകാർക്ക് വളരെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഇന്നലെ വരെ കണ്ണീരും കയ്യുമായി ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ ഓർത്ത് ദുഃഖിതരായിരിക്കുന്ന ധനുക്കൂറുകാർക്ക് ഇനി അത് ചിരിയും കളിയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന വളരെ നല്ല ഒരു വർഷമായി 2026 മാറും. ആ 2026 നിങ്ങളെ അനുഗ്രഹിക്കാൻ എത്തിയിരിക്കുന്ന യോഗമാണ് ഹംസമാളവ്യ രാജയോഗം എന്ന് പറയുന്നത്.
ഹംസമാളവ്യ രാജയോഗത്തിൽ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും ഗതിവിഗതികൾ തീർച്ചയായും ധനുക്കൂറുകാർക്ക് അനുഗ്രഹം നൽകി അവരെ പൂർണ്ണമായും രക്ഷപ്പെടുത്തുന്ന തരത്തിലേക്ക് അനുഗ്രഹം ചൊരിയുക തന്നെ ചെയ്യും. ഹംസമാളവ്യ രാജയോഗത്തിൻ്റെ അനുഭവ വേദ്യതയ്ക്കായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വ്യാഴാഴ്ചകൾ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശരിക്കും പ്രാർത്ഥനകളാൽ മുഴുകി വിഷ്ണു ഭഗവാനോട് ഈ ഹംസമാളവ്യ രാജയോഗത്തിൻ്റെ ഭാഗ്യം തനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രം നാമം ജപിക്കുന്നത് ഉത്തമമാണ്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ മഞ്ഞപ്പൂക്കൾ കൊണ്ട് വിഷ്ണു ഭഗവാനെ അർച്ചന നടത്തുകയോ ചെയ്യുക. അധ്യാപകരെയോ മുതിർന്നവരെയോ ജീവിതത്തിൽ ആദരിക്കുവാൻ വഴിയൊരുക്കുക. വെള്ളിയാഴ്ചകളിൽ മഹാലക്ഷ്മി ദേവിയെ സ്തുതിക്കുക. ലക്ഷ്മി അഷ്ടകം ജപിക്കുകയോ പായസം വഴിപാടായി സമർപ്പിക്കുകയോ ചെയ്യുക. വെളുത്ത വസ്ത്രം ധരിക്കുകയും സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുക. സ്ത്രീകളെ ആദരിക്കുക. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് സഹായം നൽകുക തുടങ്ങിയവയെല്ലാം ഹംസമാളവ്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നതിന് കാരണമാകുന്ന കാര്യങ്ങളാണ്. തീർച്ചയായും എല്ലാ ഭാഗ്യങ്ങളും ഇപ്പറഞ്ഞ രാശിക്കാർക്കുണ്ടാകട്ടെ. നക്ഷത്രജാതർ ഏറ്റവും നല്ല ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകട്ടെ. ഭാഗ്യങ്ങൾ വന്നു ചേരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.